നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ നമ. ശ്രീമദ്ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം 5-ാമത്തെ അധ്യായം 8-ാമത്തെ ശ്ലോകം 4-ാമത്തെ ഭാഗമായിട്ട് പറയണു. ഓം ശ്രീ നാരദ ഉവാച ഭവതാനുദിതപ്രായം യശോ ഭഗവതോമലം യേനൈവാസൗ ന തുഷ്യേത മന്യേ തദ്ദർശനം ഖിലം. വ്യാസന്റെ ഈ സംശയങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ, വ്യാസനിൽ എന്ത് കുറവാണോ ഉള്ളത് എന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ നാരദൻ പറയാണ്, ഭഗവതഃ ഭഗവാന്റെ അമലം കളങ്കമില്ലാത്തതായിട്ടുള്ള യശസ് കീർത്തി ഭവത അങ്ങയാൽ അനുദിതപ്രായം പറയപ്പെടാത്തതുപോലെ ഇരിക്കുന്നു. വ്യാസൻ ഇത്രയും പണിയെടുത്തിട്ടേ നാരദൻ പറയാണ്, ഒരു വിഷമമില്ലാതെ കണ്ട് അങ്ങ് പറഞ്ഞൊന്നും ശരിയല്ല, അങ്ങ് ചെയ്ത പ്രവൃത്തിയൊന്നും ശരിയല്ല, ഭഗവാനെ വേണ്ട പോലെ പറഞ്ഞില്ല. അത് കേൾക്കുമ്പോൾ ആ വ്യാസന് എത്ര വിഷമം ഉണ്ടാവും. നമ്മളോടൊക്കെ അങ്ങനെ പറഞ്ഞേച്ചാൽ നമ്മളെന്താ ചെയ്യുക? നാരദനെ പിന്നെ കൂട്ടില്ല, നമ്മൾ കൂടെ കൂട്ടില്ല. അതാണ് ഇവിടെ ഭഗവാനോട് ഭഗവാന്റേതായിട്ടുള്ള കാര്യങ്ങളെ തന്നെ ഭഗവാൻ തന്നെയാണ് പറയണത് കേട്ടോ. വ്യാസനോട് ശ്രീനാരദൻ പറയാണ് ഭഗവാന്റെ കാര്യങ്ങൾ. അപ്പോൾ 3 പേരും ഭഗവാനാണ്. ഭഗവാന്റെ കാര്യം പറയണു, ഭാഗവതം പറയണു. ശ്രീനാരദനായിട്ടുള്ള ഭഗവാൻ വ്യാസനായിട്ടുള്ള ഭഗവാനോട് പറയണു. ഇതൊക്കെ മനസ്സിലാക്കിയാലേ വേണ്ടത് അങ്ങോട്ടാവുള്ളൂ. ഭാഗവതം ഭക്തി ഗ്രന്ഥമാണ്. അപ്പോൾ അതിലപ്പുറത്തേക്ക് അതിൽ മറ്റൊരു ചിന്ത പോലും വരാൻ പാടില്ല. അത്രയും പ്രാധാന്യമുണ്ട് ഭാഗവതത്തിന്. അപ്പം അതുകൊണ്ട് ഇത് ഭഗവതഃ അമലം യശഃ ഭവത അനുദിതപ്രായം, അങ്ങയാൽ ഭഗവാന്റെ ഈ അകളങ്കിതമായിട്ടുള്ള യശസ്സിനെ വേണ്ട രീതിയിൽ പറയപ്പെട്ടിട്ടില്ല. ഏന ആ കാരണം കൊണ്ട് അസൗ ഈ ഭഗവാൻ ന തുഷ്യത ഭഗവാൻ സന്തോഷിച്ചില്ല. നമ്മുടെ എല്ലാ പ്രവൃത്തികളും ഭഗവത് പ്രീതി കിട്ടാൻ വേണ്ടിയിട്ടാവണം, ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാവണം. അതല്ലെങ്കിൽ ആ കർമ്മത്തിന് നമുക്കും സന്തോഷം കിട്ടില്ല. കർമ്മം ചെയ്താൽ ഫലമുണ്ട്, പക്ഷേ നമുക്ക് സന്തോഷം കിട്ടിക്കൊള്ളുന്നില്ല. ധാരാളം പൈസ കിട്ടി വിചാരിച്ചത് സന്തോഷമൊന്നും ഉണ്ടാവില്ല. മനസ്സിനും ശരീരത്തിനും സുഖത്തെ പ്രദാനം ചെയ്യുന്നു എങ്കിൽ, ജീവന്റെ ശുദ്ധിക്ക് കാരണമായി തീരുന്നു എങ്കിൽ, നമ്മുടെ സംഘം അത് മുഴുവൻ ഏറ്റവും നന്നായിട്ടിരിക്കുന്നു എങ്കിൽ, നമുക്ക് ഇഷ്ടമല്ലാത്ത സംഘം നമുക്ക് വേണ്ട. നമ്മുടെ ഈ സംഘം അത് സത്സംഗമാണെങ്കിൽ, സാത്വികമായിട്ടുള്ള ഭാവത്തിലാണെങ്കിൽ, അവിടെ സത്സംഗം എന്ന് ഉദ്ദേശിച്ചത് മനുഷ്യരെ മാത്രമല്ല. ഇപ്പം നമ്മൾ മൃഗങ്ങളോട് പെരുമാറുമ്പോൾ മൃഗങ്ങൾ നമ്മളോട് സ്നേഹത്തോട് കൂടിയിട്ട് പെരുമാറുന്നു. അത് ആടായാലും നായയായാലും ആനയായാലും. പശു കറക്കാൻ ചെല്ലുമ്പോൾ ചവിട്ടും കുത്തൊക്കെ ആയാൽ വെയിലോ. അപ്പം അങ്ങനെ ഓരോരുത്തരും നമ്മുടെ സംഘം അങ്ങനെ ആവണം. അതേപോലെ തന്നെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് സ്വീകരിക്കുന്ന ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളൊക്കെ, അതേപോലെ 3 കരണങ്ങൾ, ഇതൊക്കെ സംഘങ്ങളാണ്. സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്സംഗം, മനുഷ്യർ മാത്രം തമ്മിലുള്ള സംഘം അങ്ങനെയല്ല. ഇത് മുഴുവൻ സംഘത്തിൽപ്പെട്ടതാ. നമ്മൾ ഏത് പുസ്തകത്തെ വായിക്കണം, വളരെ മനസ്സിരുത്തിയാലേ അത് സംഘം നന്നാക്കാൻ സാധിക്കുള്ളൂ, സത്ത് സംഘം ആവാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഭഗവാൻ സന്തോഷിക്കാൻ വേണ്ടിയിട്ടാവണം ഈ പറഞ്ഞ സംഘങ്ങൾ മുഴുവൻ, ഈ 3 കരണങ്ങളും പ്രവർത്തനങ്ങൾ മുഴുവൻ പറയുന്നതും ധ്യാനിക്കുന്നതും അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതും ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്നതൊക്കെ ഭഗവത് പ്രീത്യർത്ഥം ആവണം. അതുകൊണ്ട് തത് ദർശനം, ആ കണ്ട ആ ഉൾക്കാഴ്ച, അതാണ് ആ കാഴ്ച എന്തോ അത് ഖിലം, അത് കുറച്ച് കുറഞ്ഞിരിക്കണം. മന്യേ എന്ന് ഞാൻ വിചാരിക്കണം. അഹം മന്യേ, അവിടെ അഹം എന്നുള്ളത് പറഞ്ഞില്ല എന്നുള്ളത് നാരദൻ. അങ്ങയ്ക്കിപ്പോൾ പറ്റിയൊരബദ്ധം, ഭഗവാന്റെ യശസ്സിനെ വേണ്ട രീതിയിൽ എല്ലാവർക്കും ഇഷ്ടം വരുന്ന രീതിയിൽ വേണമായിരുന്നു പറയാൻ. പ്രത്യേകിച്ച് ഭഗവാന്റെ ഇഷ്ടത്തെ കണക്കാക്കിക്കൊണ്ട്. അകളങ്കിത യശസ്സാണ്, അത് വേണ്ട രീതിയിൽ പറഞ്ഞിട്ടില്ല. അതാണ് ഭഗവാൻ സന്തോഷിക്കാതിരിക്കാനുള്ള കാരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഭവത അനുദിതപ്രായം, ഉദിതപ്രായം
പറഞ്ഞു, അനുദിത പ്രായം പറഞ്ഞില്ല. യശഃ ഭഗവതഃ അമലം, അമലം ഭഗവതഃ യശസ്, അമലം ഭഗവതഃ യശഃ. ഒട്ടും കളങ്കമില്ലാത്തതായിട്ടുള്ള, നിഷ്കളങ്കമായിട്ടുള്ള, അല്ലെങ്കിൽ വ്യാജമില്ല, ഒരു ച്യുതിയും ഇല്ല, അച്യുതൻ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാന്റെ യശസ്സിനെ ഏന ഏവ അസൗ, ഏനൈവ അസൗ, ഏന ഏവ അസൗ, യാതൊന്നുകൊണ്ടാണോ ഇങ്ങനെ, അസൗ ആ ഭഗവാനെ കുറിച്ച്, അദ്ദേഹത്തിനെ കുറിച്ച്, ഇവിടെ ഭഗവാനെ കുറിച്ച്, ഭഗവത്വത്തെക്കുറിച്ച്. അപ്പോൾ ഇവിടെ ആ ഭഗവാനാൽ, ഈ ഭഗവാന് സന്തോഷമുണ്ടായില്ല. ന തുഷ്യേത, സന്തോഷം ഉണ്ടായില്ല. മന്യേ എന്ന് അഹം മന്യേ, ഞാൻ വിചാരിക്കണു. നാരദൻ പറയാ വ്യാസനോട്. തദ് ദർശനം ഖിലം, അങ്ങ് ആ തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്, ആ ദർശനം, ആ കാഴ്ച. ഇവിടെ കാഴ്ച എന്ന് ഉദ്ദേശിച്ചത് കണ്ണുകൊണ്ട് കാണലല്ല, എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കിയിട്ട് എന്ന് സാരം. ആ മനസ്സിലാക്കൽ ശരിയായില്ല, ഉൾക്കാഴ്ച അത് ശരിയായില്ല. അതാണ് ഖിലം, അതാണ് കുറവ് കേട്ടോ. ഭവതാ അനുദിനപ്രായം യശഃ ഭഗവതഃ അമലം യേന ഏവ അസൗ ന തുഷ്യേത മന്യേ തത് ദർശനം ഖിലം. ഭഗവതഃ അമലം യശഃ ഭവതാ അനുദിതപ്രായം യേന അസൗ ന തുഷ്യേത തത് ദർശനം ഖിലം ഇതി അഹം മന്യേ. അപ്പോൾ അങ്ങയാൽ ഇപ്പോൾ ഈ ഭഗവാനെക്കുറിച്ച് അനവധി കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു. ഈ വേദം, പുരാണം, സകലതും പറഞ്ഞല്ലോ. അത് മുഴുവൻ ഭഗവാന്റെ അമലമായിട്ടുള്ള, നിർമ്മലമായിട്ടുള്ള, ശുദ്ധമായിട്ടുള്ള യശസ്സിനെ അല്ലല്ലോ അങ്ങ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഭഗവാൻ സന്തോഷിച്ചില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അതാണ് അങ്ങക്ക് ഇപ്പോൾ ഈ കുറവ് സംഭവിച്ചത്, ന്യൂനം സംഭവിച്ചത്, ഖിലം കുറവ്. ഭവതാനുദിതപ്രായം യശോ ഭഗവതോമലം യേനൈവാസൗ ന തുഷ്യേത മന്യേ തദ്ദർശനം ഖിലം. യഥാ ധർമാദയശ്ചാർത്ഥ മുനിവർയാനുകീർത്തിത ന തഥാ വാസുദേവസ്യ മഹിമാ ഹ്യനുവർണിത. അതാണ് കാരണം. മുനിവര്യ, അല്ലയോ വ്യാസ. വ്യാസൻ മുനിയാണ്, ഈശ്വരനാണ്, ഭഗവാനാണ്. യഥാ എപ്രകാരം, ധർമാദേഹ ധർമ്മം മുതലായ അർത്ഥാഹ കാര്യങ്ങളെ, ധർമാർത്ഥ കാമ മോക്ഷങ്ങളെ അങ്ങ് പറഞ്ഞിട്ടുണ്ട്. ധർമ്മത്തെ തന്നെ തപസ്സായിട്ടും ശുദ്ധമായിട്ടും, ശുചി എന്നാ പറയാ, ശുദ്ധമായിട്ടും ശുദ്ധിയായിട്ടും ദയയായിട്ടും സത്യമായിട്ടും അങ്ങ് പറഞ്ഞിട്ടുണ്ട്. അർത്ഥത്തെ എങ്ങനെയൊക്കെ നന്നായിട്ട് സമ്പാദിക്കണം, ശുദ്ധമാക്കിയിട്ട് അർത്ഥത്തെ സമ്പാദിക്കണം. അർത്ഥം എന്തിനു വേണ്ടിയിട്ടാവണം? ധർമായ ആവണം, കാമം മോക്ഷായ ആവണം. അതൊക്കെ അങ്ങ് പറഞ്ഞിട്ടുണ്ട്. കാമം എന്നുള്ളത് ഒരു കാരണവശാലും ഈ ദുരാഗ്രഹാദി കാര്യങ്ങളൊന്നും സംഭവിക്കരുത്. അപ്പം അങ്ങ് അതൊക്കെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. മോക്ഷത്തെ ലക്ഷ്യമാക്കി പറയുകയും ചെയ്തു. പക്ഷേ അല്ലയോ മുനിശ്രേഷ്ഠ, മുനിവര്യ, യഥാ ധർമാദേഹ ധർമ്മം തൊട്ടുള്ള ഓരോന്നും അർത്ഥാഹ ഈ കാര്യങ്ങൾ അതിൻ്റെ വസ്തു അധിഷ്ഠിതമായിട്ടുള്ള സകലതും അനുകീർത്തിതാഹ നന്നായിട്ട് തന്നെ കീർത്തിക്കപ്പെട്ടിട്ടുണ്ട്. തഥാ എന്നാൽ അപ്രകാരം, തഥാ വാസുദേവസ്യ മഹിമ ഈ ഭഗവാന്റേതായിട്ടുള്ള മഹിമയെ ന അനുവർണിത അത്ര കേമായിട്ട് വർണ്ണിക്കപ്പെട്ടിട്ടില്ല. ഭഗവാന്റെ യശസ്സിനെ, ഭഗവാന്റെ ലീലകളെ വേണ്ട രീതിയിൽ പറയപ്പെട്ടിട്ടില്ല. സഹസ്രനാമം പറഞ്ഞിട്ടുണ്ട് ഭാരതത്തിൽ, ഭഗവാന്റെ വാക്ക് ഗീത പറഞ്ഞിട്ടുണ്ട്, ഭഗവാന്റെ ഈ വർണ്ണാശ്രമ ധർമ്മങ്ങളുടെ ഒരു വിശദീകരണം അത് ഭീഷ്മരെ കൊണ്ട് പറയിച്ചിട്ടുണ്ട്. അനവധി തത്വങ്ങൾ കഥാരൂപത്തിലും ഉപദേശങ്ങളായിട്ടും സ്തുതികളായിട്ടും വളരെ വിസ്തരിച്ച് തന്നെ ഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഭഗവാനെ കുറിച്ചുള്ളതല്ല, ഭഗവാനിൽ നിന്നും വന്നതിനെ പറഞ്ഞത്. ഭഗവാനെ കുറിച്ച് പറഞ്ഞതാണ് ഭാഗവതം 90 അധ്യായമായിട്ട് ശ്രീകൃഷ്ണ ലീലകൾ. അത് കഴിഞ്ഞ് പിന്നെ ഏകാദശം 31 അധ്യായത്തിലും ഒരുപാടുണ്ട്. അപ്പോൾ ഭഗവാനെ കുറിച്ച് പറഞ്ഞില്ല.
ഭഗവാനിൽ നിന്നും വന്നതിനെയും ഭഗവാങ്കലേക്ക് എത്താൻ വേണ്ടതിനെയും പറഞ്ഞു. അത് ധർമ്മമാണ്. അങ്ങ് ധർമ്മം പറഞ്ഞിട്ടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഭഗവാനെ കുറിച്ച് പറഞ്ഞില്ല. ഇത് എവിടുന്നാ വന്നത്? ഭഗവാനിൽ നിന്ന്. എങ്ങനെയാ വന്നത്? ഈ സകല സ്വരൂപങ്ങൾ ചെയ്തതായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെയാണ് പറയേണ്ടിയിരുന്നത്. അത് അങ്ങ് ചെയ്തിട്ടില്ല എന്നാ എൻ്റെ ഒരു അഭിപ്രായം. അതാവും ഈ കുറവ്. അപ്പോൾ വളരെ പഠിച്ചിട്ട്, അല്ലെങ്കിൽ ഇത് വൈകും കിട്ടി, സെക്കൻഡിൻ്റെ ഒരു അംശമേ വേണ്ടൂ നാരദന് മനസ്സിലാവാനേ. അതാണ് അങ്ങനെ പറയാനുള്ള കാരണം. അപ്പോൾ ശ്രീകൃഷ്ണ ലീലകൾ ആടുന്നതിന് മുന്നേ ഭഗവാൻ ഈ മത്സ്യകൂർമ്മ വരാഹശ്ച നരസിംഹശ്ച വാമന രാമോ രാമശ്ച അത്രത്തോളം ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് കൃഷ്ണ, പിന്നെ കൽക്കി, ജനാർദ്ദന ഒക്കെ പറഞ്ഞിട്ട്. അപ്പം അത് പോരാ. എന്ത് പോരാ? ഭഗവാനെ കുറിച്ചിട്ട് അങ്ങ് ബാക്കിയുള്ളതിൽ പറഞ്ഞില്ല. ഇനി അത് പറഞ്ഞോളൂ എന്നാണ് പറഞ്ഞത്. ഭഗവാന്റെ നാമം, രൂപം, ലീല, ധാമം, ഗുണം, 5 കാര്യങ്ങളാണ്. അതാണ് ഭഗവാനെ കുറിച്ച് പറയേണ്ടത്. അത് മുഴുവൻ ഭാഗവതത്തിലുണ്ട്. അത്ര സർഗോ വിസർഗശ്ച സ്ഥാനം പോഷണമോദയ മന്വന്തര യേശാനുകഥ നിരോധോ മുക്തിരാശ്രയ. 10 ലക്ഷണങ്ങളോട് കൂടിയിട്ടാണ് പിന്നീട് ഭാഗവതം പറഞ്ഞത്. അപ്പം അതിലിതൊക്കെ വന്നു. ഭഗവാന്റെ നാമങ്ങൾ, സഹസ്രനാമം, മറ്റേ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ധാരാളം പറഞ്ഞിട്ടുണ്ട്. ലീലകൾ അത് എപ്രകാരത്തിലാണോ ഭാഗവതത്തിൽ പറഞ്ഞത് അതുപോലെ പറഞ്ഞിട്ടില്ല. ഗുണങ്ങൾ, ഭക്ത അനുഗ്രഹങ്ങൾ, ഭക്താനുഗ്രഹം ഭാഗവതത്തിൽ പറഞ്ഞ പോലെ മറ്റുള്ള ഒരു പുരാണത്തിലും പറഞ്ഞിട്ടില്ല. ആ ലീലയെ വിസ്തരിക്കപ്പെട്ടിട്ടില്ല. അപ്പം ഗുണം ആ രീതിയിൽ പറയണം. ഭഗവാൻ ഈ സത്രിജ സമോ ഗുണങ്ങൾക്ക് അതീതനായിട്ടും ഭഗവാൻ ഇവിടെ സകല സ്വരൂപം സ്വീകരിച്ചുകൊണ്ട് ഭക്താനുഗ്രഹത്തെ നല്ലോണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ പറഞ്ഞില്ല. നാമം പറഞ്ഞു, പക്ഷെ ലീല പറഞ്ഞില്ല. ഗുണവും പറഞ്ഞില്ല. ചെയ്തു എന്നേ പറഞ്ഞതു. അതുപോരാ, ചെയ്യുന്ന ലീലയെ വിസ്തരിക്കണം. ഹിരണ്യാക്ഷനെ വധിച്ചു. നമുക്കറിയാം ഹിരണ്യാക്ഷനെ വധിച്ചു എന്ന്. എങ്ങനെയൊക്കെ വധിച്ചു? ആര് പറഞ്ഞിട്ട് വധിച്ചു? എപ്പോൾ വധിച്ചു? വധിച്ചതിന് ശേഷം എന്തൊക്കെ ഉണ്ടായി? ആരൊക്കെ സ്തുതിച്ചു? ഇങ്ങനെ അനവധി കാര്യങ്ങളുണ്ടേ. ആ ഭക്തൻ്റെ അപ്പോഴത്തെ മനോഭാവം എന്ത്? വധിക്കുമ്പോഴത്തെ ആ ഭാവം എന്ത്? ലയം നേരിട്ട് എല്ലാവരും കണ്ടു. അപ്പോഴത്തെ ഭാവം എന്ത്? ബ്രഹ്മാവ് സ്തുതിക്കുന്നുണ്ട്, ഔ എത്ര മഹാനായിരുന്നു, എത്ര ഭാഗ്യവാനാണ് ഈ ഹിരണ്യാക്ഷൻ എന്ന്. അപ്പം ഇങ്ങനെ പറഞ്ഞില്ല. സുയജ്ഞനായിക്കൊണ്ട്, വരാഹമൂർത്തിയായിക്കൊണ്ട് ഭഗവാന്റെ ഓരോരോ അവയവങ്ങളും ഈ യാഗത്തിനുള്ള അവശ്യ വസ്തുക്കൾ തന്നെയാണ്, ഉപയുക്തം തന്നെയാണ്, ഫലദാതാവാണ്, യജ്ഞ വസ്തുക്കളാണ്. ഇങ്ങനെ മറ്റു പുരാണങ്ങളിൽ പറഞ്ഞില്ല. അപ്പോൾ നാമം, രൂപം, രൂപവർണ്ണന, ഭഗവാന്റെ രൂപം, സകല സ്വരൂപത്തിന് ഓരോന്നിനും ഭാഗവതത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ധ്രുവന്റെ സ്തുതിയായാലും യോന്ത പ്രവിശ്യ മമ. അപ്പോൾ ഭഗവാന്റേതായിട്ടുള്ള ഈ ഭാവത്തെ നന്നായിട്ട് പറയുകയായിരുന്നു വേണ്ടിയിരുന്നത്. അത് ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഭഗവാൻ അങ്ങക്ക് ഈ തോന്നലുണ്ടാക്കിയത്. ഇനി അങ്ങത് ചെയ്യുകയും ചെയ്യും. ഉറപ്പിച്ച് പറഞ്ഞു. പറയാൻ പോവുകയാണ്, പറഞ്ഞിട്ടില്ല, പറയാൻ പോവുകയാണ്. യഥാ ധർമാദയഃ ച അർത്ഥ മുനിവർയ അനുകീർത്തിതാഃ ന തഥാ വാസുദേവസ്യ മഹിമ ഹി അനുവർണിതഃ. പദച്ഛേദം. അല്ലയോ മുനിവർയ, യഥാ ധർമാദയഃ അർത്ഥാഃ അനുകീർത്തിതാഃ തഥാ വാസുദേവസ്യ മഹിമ ന അനുവർണിതഃ. അപ്പോൾ ഇങ്ങനെ വർണ്ണിക്കണം. അങ്ങനെ ആയാലേ അതാവുള്ളൂ. കൃഷ്ണന്റെ രൂപം ഏതൊക്കെ തരത്തിലാണ് ഗോപാലൻ എന്നുള്ള നിലയ്ക്ക് പറഞ്ഞെടുക്കണത്. ബ്രഹ്മമോഹനായാലും ശരി, ബാണയുദ്ധായാലും ശരി, മഹാദേവനെയും ബ്രഹ്മാവിനെയും ഒക്കെ നേരിട്ട്, അതേപോലെ നാരദനെയും നന്നായിട്ടൊന്ന് കൊടുക്കേണ്ടത്. നാരദ പരീക്ഷ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാ വീട്ടിലൊന്ന് പോയി നോക്കിയതാ. സാമാന്യത്തിലധികം നാരദൻ കുടുങ്ങി. അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ പറയണം. അതാണ് യഥാധർമാദയശ്ചാർത്ഥ മുനിവർയാനുകീർത്തിത ന തഥാ വാസുദേവസ്യ മഹിമ ഹ്യനുവർണിത.
ന യദ്വജശ്ചിത്രപദം ഹരേർയശോ ജഗൽപവിത്രം പ്രഗൃണീത കർഹിജിൽ തദ്വായസം തീർത്ഥമുശന്തി മാനസാം ന യത്ര ഹംസ നിരമന്തി ശിക്ഷയാ. അപ്പം അതിനൊരു കാരണം ഒരു ഉദാഹരണ സഹിതം പറയണ്ടായി. ചിത്രപദം അതിവിചിത്രമായിട്ടുള്ള പദങ്ങളോട് കൂടിയ യത് വചഹ ഏതൊരു വാക്കുകളാണോ ജഗൽ പവിത്രം ജഗത്തിനെ മുഴുവൻ ശുദ്ധമാക്കുന്നത് ഹരേഹേ യശഃ ഭഗവാന്റെ യശസ്, ആ യശസ്സിനെ ന പ്രഗൃണീത വേണ്ട രീതിയിൽ പ്രകർഷേണ അത് പറയപ്പെട്ടില്ല. ന പ്രഗൃണീത. അപ്പം അത് അങ്ങനെ നന്നായിട്ട് തന്നെ ഭഗവാന്റെ ഈ പ്രവർത്തനങ്ങളെ മുഴുവൻ, സംഗതി ഭഗവാന് ജന്മമില്ല കർമ്മമില്ല, പക്ഷേ സകല സ്വരൂപം സ്വീകരിച്ചിട്ട് ഭഗവാൻ കർമ്മം ചെയ്യിച്ചു എന്ന് തോന്നിച്ചിട്ടുണ്ട്. ആ തോന്നിയത് അങ്ങ് വേണ്ട രീതിയിൽ പറഞ്ഞില്ല. ന പ്രഗൃണീത തത് അത് വായസം കാക്ക. അതിന് ഉദാഹരണം പറയാണ്. കാക്ക വായസം എന്ന് പറഞ്ഞാൽ കാക്കകൾക്കുള്ള തീർത്ഥമാണ് എന്ന് ഉശന്തി പറയുന്നു. ഇപ്പോൾ ഒരു ജലാശയം അത് കാക്കകൾക്കുള്ള തീർത്ഥമാണ്. തത് വായസം തീർത്ഥം ഉശന്തി എന്ന് പറഞ്ഞാൽ പറയുന്നു. അപ്പോൾ ഇങ്ങനെ വായസം എന്ന കാക്കകൾക്കുള്ള തീർത്ഥമാണ് എന്ന് ഉശന്തി പറയുന്നു. ഉശിക്ഷയാഹ ഈ കമനീയമായിട്ടുള്ള ബ്രഹ്മം നിവാസസ്ഥാനമായിട്ടുള്ള ഉശിക്ഷയാഹ നന്നായിട്ട് ശിക്ഷയെ കൊടുക്കുന്ന, നന്നായിട്ട് വിദ്യയെ കൊടുക്കുന്ന, നന്നായിട്ട് ഭഗവത്വത്തെ മനസ്സിലാക്കി കൊടുക്കുന്ന ആ ഭഗവാന്റെ സ്ഥാനമുള്ള മാനസാഹ ഈ പരമഹംസന്മാരായിട്ടുള്ള ഋഷികളായിട്ടുള്ള ഭക്തന്മാരായിട്ടുള്ള ബ്രാഹ്മണന്മാരായിട്ടുള്ള അങ്ങനെയില്ല, മോക്ഷത്തെ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അതിൽ ആണ് പെണ്ണ് ശിശു ഇതൊന്നും വ്യത്യാസമില്ല. അങ്ങനെയുള്ളവരായിട്ടുള്ള ജ്ഞാനവൃദ്ധന്മാർ, ഇപ്പോൾ സനകാദികൾ ജ്ഞാനവൃദ്ധന്മാർ 5 വയസ്സേ ഉള്ളൂ. അങ്ങനെയുള്ള പരമഹംസാഹ, ഹംസാഹ എന്ന് പറഞ്ഞിട്ടുള്ളൂ, പരമഹംസാഹ എത്ര കർഹിജിൽ ന നിരമന്തി അതിൽ ഒട്ടും രമിക്കുന്നില്ല എങ്കിൽ ആ വാക്കുകളെ സ്വീകരിക്കില്ല, ഭഗവാൻ സ്വീകരിക്കില്ല. ഇപ്പം എന്താ പറയുന്നത്? കാക്കകൾ കുളിക്കുന്ന ജലാശയത്തിൽ ഹംസങ്ങൾ കുളിക്കില്ല. എന്താ കാരണം? അതിൽ അഴുക്ക് വെള്ളത്തിലായാലും കാക്കകൾക്ക് അതേ വേണ്ടൂ. പക്ഷേ ഹംസങ്ങൾ ശുദ്ധജലത്തിൽ മാത്രമേ കുളിക്കുള്ളൂ. എന്ന കൂട്ടത്തിൽ ഈ ലോകരീത്യ ലൗകികത ഇഷ്ടപ്പെടുന്ന ഓരോരുത്തരും അങ്ങനെയുള്ള കവികളെ ഇഷ്ടപ്പെടും. പക്ഷേ പരമഹംസന്മാർ ലൗകിക വാർത്തകളെ നിഷേധിക്കും. അവർക്ക് ഭഗവാന്റേത് മാത്രമേ താല്പര്യമുള്ളൂ. ഭഗവത് ലീലയാണോ, ഭഗവത് സംബന്ധിയാണോ, അതിൽ ഭാഗവത തത്വമുണ്ടോ, ഭഗവാന്റെ ഇച്ഛയുണ്ടോ, ഭഗവാന്റെ ആജ്ഞയുണ്ടോ, ഭഗവാങ്കലേക്ക് എത്താനുള്ള മാർഗമുണ്ടോ എന്ന് പരമഹംസന്മാർ ചിന്തിക്കും. അപ്പോൾ അതിൽ അക്ഷരത്തെറ്റ് വന്നാലും കുഴപ്പമില്ല, വാക്കിന് പിശക് വന്നാലും കുഴപ്പമില്ല, ഛന്ദസ് തെറ്റിയാലും കുഴപ്പമില്ല. അപ്പോൾ ഭഗവാനെക്കുറിച്ചാണോ പറയുന്നത് അതിലൊരു മധുരമുണ്ട്. ആ മധുരത്തെയാണ് ഈ പരമഹംസന്മാർ എടുക്കുക. അതങ്ങ് ചെയ്തില്ല. എന്നാൽ ഇത് വചഹ ഏതൊരു വാക്കാണോ, ഏതൊരു വാക്കാണോ ന ചിത്രപദം അത് ചിത്രപദം വിചിത്രമായിട്ടുള്ള പദങ്ങളെ കൊണ്ട് ന ഹരേഹേ യശഃ ഹരിയുടെ യശസ്സിനെ ഇല്ല പറഞ്ഞില്ല എങ്കിൽ, ചിത്രപദങ്ങളെ കൊണ്ട് കവിത്വം പലതും സംഭവിപ്പിക്കാം. പക്ഷെ ആ ചിത്രപദത്തിലൊന്നും ഹരിയുടെ പേരോ ഹരിയുടെ ലീലയോ ഇല്ലെങ്കിൽ, അത് ജഗൽ പവിത്രം അല്ലെങ്കിൽ ജഗത്തിനെ പവിത്രമാക്കുക, പുത്തനാക്കുക, ശുദ്ധമാക്കുക ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പ്രകൃണീത അങ്ങനെ നന്നായിട്ട് പറയുക തന്നെ വേണം. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ കർഹിജിൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും തത് വായസം അവിടെ കാക്കകൾ കുളിക്കുന്നതായിട്ടുള്ള തത് വായസം അത് കാക്കകൾ തീർത്ഥം ഉശന്തി അത് കാക്കകൾക്കുള്ള തീർത്ഥമാണ് എന്ന് പറയപ്പെടുന്നു. പൊട്ടക്കുളമാണ് അത്. കവിത്വം ശരി, ആ വാക്ക് നല്ല ശരിയാ, നല്ല ഭംഗിയുണ്ട്. പക്ഷേ അത് എന്തില്ല, പറയുമ്പോൾ പതിരില്ല, ചേരുമ്പോൾ മണിയില്ല. പറയുമ്പോൾ നല്ല 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 പ്രഭാഷണം കേട്ടോ, കടപടോച്ച് പറയുന്നുണ്ട്. പക്ഷെ കാര്യം പോയിൻ്റ് അതിലില്ല.
നമ്മൾ പറയുമ്പോൾ പോയിന്റ് അതിൽ ഉണ്ടാവണമെന്ന് വിചാരിച്ചും കൊണ്ട് തന്നെ പറയണം. അപ്പോൾ ആ പോയിന്റ്സിനെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അത് ചിലപ്പോൾ പരത്തി പറയേണ്ടി വരും, ചിലപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മതി. അപ്പോൾ രണ്ട് തരത്തിലും പറയേണ്ടി വരും. ആ പറയുന്നതിൽ വാക്കുകൾ തെറ്റിയാലും കുഴപ്പമില്ല, ഛന്ദസ് തെറ്റിയാലും കുഴപ്പമില്ല. ഇപ്പോൾ ചിലരൊക്കെ ഈ നല്ല മെമ്മറി ഉള്ളവരൊക്കെ അങ്ങനെ അത്ഭുതമായിട്ട് ശ്ലോകങ്ങളൊക്കെ ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് മലയാളവും സംസ്കൃതവും ഇംഗ്ലീഷും ഹിന്ദിയും പലതും ചില കവിതകളൊക്കെ പാടും. ഇതിനോട് യോജിക്കണ്ടോ ചോദിക്കരുത്. നല്ല പ്രഭാഷകരുണ്ട്, അവർ പേജ് നമ്പർ അടക്കം പറയും. പേജ് നമ്പർ മറ്റേ പുസ്തകത്തിലെ ഇന്ന ആൾ ഇന്നയാളോട് പറഞ്ഞത് എന്നൊക്കെ പറയും. ഇതിനോട് കൂട്ടിച്ചേർക്കുന്നത് മാത്രം. അപ്പോൾ ആ പ്രഭാഷണത്തിന് ഈ ഡെപ്ത് കൂടും. അപ്പോൾ അതിനെ എല്ലാവരും സ്വീകരിക്കും. പക്ഷേ ഇതിനോട് സംബന്ധമില്ലാത്ത ഭഗവത് സംബന്ധമില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴോ അവിടെ ഇഡ്ഡലിയും സാമ്പാറും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. ഞാനും അത് പറയാറുണ്ട്, ഇഡ്ഡലിയും സാമ്പാറും പറയാറുണ്ട്. അത് ഭഗവാൻ ഇഷ്ടമല്ല, പക്ഷേ നമുക്ക് മനസ്സിലാവണമെന്ന് വെച്ചാൽ കുറച്ച് അങ്ങനെ വേണ്ടി അത്രയേ ഉള്ളൂ. അപ്പോൾ അത് വായസം തീർത്ഥം മുശന്തി, അത് കാക്കകൾക്കുള്ള പൊട്ടക്കുള. മാനസ, ഈ മാനസ സരസിൽ കുളിക്കുന്നതായിട്ടുള്ള അരയന്നങ്ങൾ, ഭഗവാൻ ഒപ്പം ഇരിക്കുന്നതായിട്ടുള്ള മനസ്സിൻ്റെ ഉടമകളായിട്ടുള്ള പരമഹംസന്മാരായിട്ടുള്ള ഭക്തന്മാർ, പണ്ഡിതന്മാർ, ബ്രാഹ്മണർ, പരോപകാരികൾ, അവരുടെ ജീവിതം തന്നെ അലക്ഷ്യ സഞ്ചാരമാണ്. അപ്പം അങ്ങനെയുള്ള മാനസാഹ, ഈ അങ്ങനെയുള്ള മനസ്സുള്ളവർ, അല്ലെങ്കിൽ ആ മാനസ സരസിൽ കുളിക്കുന്ന അരയന്നങ്ങൾ, ന എത്ര ഹംസ, അവിടെ എന്ത് സംഭവിക്കില്ല? ഈ മാനസ സരസിൽ മാത്രമേ അരയന്നങ്ങൾ കുളിക്കുള്ളൂ, അവിടെ കാക്കകൾ കുളിക്കില്ല. കാക്കകൾക്ക് ഈ പൊട്ടക്കുളം മതി, പക്ഷേ അരയന്നങ്ങൾക്ക് അത് പോരാ, ഈ പരമഹംസന്മാർക്ക് അത് പോരാ. എന്നാൽ എത്ര ഹംസ, അവിടെ എന്താ ചെയ്യാം? ഈ വായസം കുളിക്കുന്നതായിട്ടുള്ള അവിടെ കുളിക്കില്ല. ഹംസാഹ എന്താ ചെയ്യുക? രമന്തി, എവിടെ? മാനസ സരസിൽ മാത്രം. ഇവിടെയോ നിരമന്തി, ഇവിടെ എന്താ ചെയ്യുക? രമിക്കില്ല, നിരമന്തി. ഉശിക് ക്ഷയാഹ, ഉശിക്ഷയാഹ. എന്താ കാരണം? ആ ശിക്ഷ അത്ര ശരിയല്ല, അതുകൊണ്ടാണ്. നന്നായിട്ട് ആണ് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ അതിൽ പരമഹംസന്മാർക്ക് ഇഷ്ടാവും. പക്ഷേ ഈ പരമഹംസന്മാർ കുളിക്കണ എന്ത് വേണം? ഉശിക്ഷയാഹ, നല്ല ശിക്ഷ. ശിക്ഷയാഹ, കമനീയമായിട്ടുള്ള ബ്രഹ്മം നിവാസസ്ഥാനമായിട്ടുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ, ആ ഭഗവാനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ, ശിക്ഷയാഹ, നല്ല ശിക്ഷ ആണ് എങ്കിൽ, നല്ല വിദ്യാഭ്യാസമാണെങ്കിൽ, നല്ല വിദ്യയാണ് എങ്കിൽ, ഭഗവാനെ കുറിച്ചാണ് പറയുന്നത് എങ്കിൽ, ആ വിദ്യയിലേക്ക് അത് എത്തുമെങ്കിൽ, പരമജ്ഞാനം എന്താണ്? ഭഗവാനെ അറിയല. ശിക്ഷയാണ് എങ്കിൽ അതിൽ രമന്തി, അല്ലെങ്കിലോ നിരമന്തി. രമന്തി, നിരമന്തി. അപ്പോൾ അത് വേണ്ട രീതിയിൽ ആണ് എങ്കിൽ ഭഗവാനെ അതിൽ കാണിച്ചിരിക്കും. ഭഗവാന്റെ പേര് പറയും, ലീല പറയും. ഇപ്പോൾ വൃന്ദാവനം, നമുക്ക് വൃന്ദാവനം നാട് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലായി ശ്രീകൃഷ്ണന്റെ ലീല നടന്ന സ്ഥലം, രാസക്രീഡ നടന്ന സ്ഥലം, ഗോവർദ്ധന ഉയർത്തിയ സ്ഥലം, പലതും നമുക്ക് ഓർമ്മ വരികയാണ്. യമുന, ഗോപികൾ, ഇത്ര പെട്ടെന്നാണ് നമുക്ക് ഓരോന്നും. എത്ര അസുരന്മാരവിടെ വന്നിട്ട് മുക്തി നേടിപ്പോയത്, യജ്ഞം നോക്കാണ്ട് ഓർമ്മ വരില്ലേ? കൈലാസം, മഹാദേവനെ കുറിച്ച് ഇങ്ങനെ വരുന്നതാണ്. സത്യലോകം, ബ്രഹ്മാവ് ഇരിക്കുന്ന ആ സ്ഥലത്തെ ഓർമ്മ വരുന്നതാണ്. മണിദ്വീപം, ഓരോ ദേവിമാരെ കുറിച്ച് നമുക്ക് അങ്ങനെ ഓർമ്മ വരികയാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ അത് അനുഭവിച്ചിരിക്കണു, വെറുതെ കേൾക്കേ പറയുമെന്നല്ല. നമ്മളത് മനസ്സുകൊണ്ട് സങ്കല്പം ചെയ്തുകൊണ്ട് ധ്യാനത്തിലേക്ക് എത്തിയിരിക്കണു. അവിടെ ഇന്നതൊക്കെയാണ് ഉള്ളത്. പാലാഴി, പാലാണ് 4 പുറം. കൈലാസം, മഞ്ഞാണ് 4 പുറം. സീ ത്രൂ ഇഫക്റ്റാണ്. ശിവമാർഗം പറഞ്ഞു തരുന്നു. മണിദ്വീപത്തിൽ മധുവാണ്, തേനാണ്, മധുരമാണ് 4 പുറം.
നവരത്നം, 1000 രത്നം, 1000 കാലുമണ്ഡപം, പഞ്ചകൃത്യപരായണയായിട്ട്, പഞ്ചബ്രഹ്മാസനസ്ഥയായിട്ട് 64 ദേവിമാരും 32 ദേവിമാരും 8 ദേവിമാരും 8 ദൂതിമാരും സപ്തമാതൃക്കളും, അങ്ങനെയില്ല, എത്രയോ ദേവിമാർ നമുക്ക് പഞ്ചപ്രകൃതി, 7 അംശങ്ങൾ, ഏതെല്ലാം തരത്തിൽപ്പെട്ടതായിട്ട് ദേവിമാരാ. സകലവിധ ഈ സുഖത്തെയും പ്രദാനം ചെയ്യുന്നതായിട്ടുള്ള സസ്യലതാദികളായാലും വൃക്ഷങ്ങളായാലും പക്ഷിമൃഗാദികളായാലും സരസ് പർവ്വതം തൊട്ടുള്ള ഓരോന്നായാലും അനവധി മണിമാളികളായാലും രത്നം പരിസായിട്ടുള്ള രത്നശോഭയുള്ളതായിട്ടുള്ള ശുദ്ധജലങ്ങൾ, അങ്ങനെയില്ല, ശുദ്ധവായു ശുദ്ധജലം തൊട്ടുള്ള, അതുപോലെ അന്തരീക്ഷം വളരെ ശുദ്ധം, പണ്ടിൻ്റെ മൂളിൽ ഓങ്കാരം തൊട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമുക്കവിടെ ഇത് വൈകുണ്ഠം നാട് പറയുമ്പോഴേക്കും ഇതൊക്കെ ഓർമ്മ വരിക. കൈലാസം എന്ന് പറയുമ്പോൾ ഇതാണ്ട് ഓർമ്മ വരിക. മണിദ്വീപം എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഓർമ്മ വരിക. എന്താ കാരണം? അതിൽ ഈശ്വരൻ ആണുള്ളത്. അപ്പോൾ ആ ഈശ്വരനെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിനെയും സന്തോഷിപ്പിക്കും. അതില്ലെങ്കിലോ ഭഗവാനും സന്തോഷിക്കില്ല, നമുക്കും സന്തോഷാവില്ല, ആരൊട്ട് വായിക്കൂല. സാത്വികർ വായിക്കില്ല, പരമഹംസന്മാർ വായിക്കില്ല. പരമഹംസന്മാർ വായിക്കുകയാണെങ്കിൽ അത് 10 ആൾ വായിച്ചാൽ മതി, 4 ആൾ വായിച്ചാൽ മതി, 1 ആൾ വായിച്ചാൽ മതി. ഒരു ഗ്രന്ഥം എഴുതിയിട്ട് ഒരു പരമഹംസൻ വായിച്ചു നന്നായി എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതലൊന്നും വേണ്ട, സന്തോഷം. ഒരു ഗ്രന്ഥം എഴുതി കഴിഞ്ഞാൽ 200 കൊല്ലെങ്കിലും അതിനെ അംഗീകാരം കിട്ടിച്ചാൽ മാത്രമേ ആ ഒരു 5 തലമുറ, 200 കൊല്ലം എന്ന് പറയുമ്പോൾ സാധാരണ പണ്ടത്തെ ഒരു കണക്കിനനുസരിച്ച് 5 തലമുറ എന്നാണ് പറയാം. 57 35, ഇപ്പം 6 തലമുറ വേണം. 6 7 ആയുസ് ഇങ്ങനെ കുറഞ്ഞു വരിക. പണ്ട് 70 വയസ്സ് കണക്കാക്കിയിട്ടാണ് ഈ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് കുഴപ്പമില്ല, എത്രയായാലും കുഴപ്പമില്ല. 5 തലമുറ എന്നാണ് പറയുക. അപ്പം ഇനിയിപ്പോൾ അത് 4 20 വേണ്ടില്ല, 40 വയസ്സ്, 5 25 250 കൊല്ലം, 3 അങ്ങനെ കുഴപ്പമില്ല. എന്തായാലും സംഗതി ഇത്രയേ ഉള്ളൂ. ന യത് വചഹ ചിത്രപദം, ന എന്നുള്ളത് ഒഴിവാക്കുക, ഇപ്പോൾ ഒഴിവാക്കുക. യത് വചഹ ചിത്രപദം ഹരേഹേ യശഃ, എവിടെയാണോ ഭഗവാന്റെ ഈ യശസ്സിനെ ചിത്രമായിട്ടുള്ള പദങ്ങളെ കൊണ്ട്, വിചിത്രമായിട്ടുള്ള ചാരു സുഷ്ഠു മിതം മധു എന്നൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള വാക്കുകളെ കൊണ്ട് പറയുന്നത് അത് ജഗൽ പവിത്രമായിരിക്കും. ഭഗവാന്റെ യശസ്സാണോ ജഗത്തിൻ്റെ പവിത്രമായിരിക്കും. അത് വ്യാസഭഗവാനെ അങ്ങ് ന പ്രഗൃണീത കർഹിച്ചിൽ, അങ്ങ് ഒരിക്കലും അതിനെ സ്വീകരിക്കേണ്ടായില്ല. ഭഗവാൻ വ്യാസൻ അതൊക്കെ വളരെ നന്നായിട്ട് പലതിക്കലും പറഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അത് പോരാ, അത് മാത്രം പറയണമെന്നാ. പലതിക്കലും അത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് പോരാ, അത് മാത്രം പറയണം എന്ന് പറയാനാണ്, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇതിപ്പോൾ വ്യാസരും നാരദനും തമ്മിലുള്ള തർക്കം ഇല്ലാന്നർത്ഥം. അത് ശരി എന്ന് സങ്കല്പിച്ച് ശരി എന്നാണ് തീരുമാനിക്കുകയാണ്, അത് പിന്നെ അതേപോലെ തന്നെ സംഭവിക്കുകയാണ്. ഇനി അതിൻ്റെ ദോഷം കണ്ടത് എന്താണ്? തത് വായസം തീർത്ഥം മുശന്തി, അവിടെ കാക്കകളെ കുളിക്കുള്ളൂ, എവിടെ? ഈ കവിത്വത്തിൽ. എന്നാൽ അത് ഭഗവാനെ പറ്റി പറയുന്ന കവിയാണെങ്കിലോ അവിടെ പരമഹംസന്മാരെ അത് മാനസ സരസാക്കി കണക്കാക്കിക്കൊണ്ട് മനസ്സുകൊണ്ട് അവിടെ ഹംസാഹ രമന്തി, എല്ലാ അർത്ഥത്തിലും രമന്തി. കാരണം എന്താ? ഉശിക്ഷയാഹ, അതുകൊണ്ടാണ്, നന്നായിട്ട് പറഞ്ഞതുകൊണ്ട്. അതല്ലെങ്കിലോ ന എത്ര ഹംസാഹ നിരമന്തി, അവിടെ ഈ പരമഹംസന്മാർ രമിക്കുന്നില്ല എങ്കിൽ, ന എത്ര അവിടെ എവിടെയാണോ ഹംസാഹ നിരമന്തി, അവിടെ രമിക്കുന്നില്ല എങ്കിൽ ആ ശിക്ഷ നല്ല ശിക്ഷയല്ല, ചീത്ത ശിക്ഷ. അപ്പം അതുകൊണ്ട് അത് വേണ്ട, അതല്ല. ഇപ്പം അങ്ങക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്, അതിനൊന്ന് തിരുത്തിക്കോളൂ. ഇനിയിപ്പോൾ അങ്ങ് ഇപ്പോൾ ഇതുവരെ എഴുതിയതിനെ ഒന്നും മാറ്റൊന്നും വേണ്ട, അങ്ങ് പുതിയതായിട്ടൊരു ഗ്രന്ഥത്തെ ചമയ്ക്കൂ എന്ന് പറയാൻ തുടങ്ങുകയാണ്. ചിത്രപദം, ചിത്രങ്ങളായിട്ട് പദങ്ങളോട് കൂടിയ യത് വചഹ, യാതൊരു വചസ്സാണോ ജഗൽ പവിത്രം, ജഗത്തിൻ്റെ ഈ ശുദ്ധിക്ക് വേണ്ടിയിട്ട് ഹരേഹേ യശഃ, ഹരിയുടെ ഈ യശസ്സിനെ ന പ്രഗൃണീത പറയാതിരിക്കുന്നത്, തത് അവിടെ
വായസം കാക്കകൾക്കുള്ള സ്ഥാനം മാത്രമാണ്, തീർത്ഥമാണ് എന്ന് ഉശന്തി അങ്ങനെ പറയപ്പെടുന്നു. ഉശിക്ഷയാഹ ഏറ്റവും നല്ല വാക്കുകളെ കൊണ്ട് ഭഗവാനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ മാനസാഹ ഈ മാനസ സരസിലുള്ള ഹംസാഹ ആ ഹംസന്മാര് പരമഹംസന്മാര് അവര് എത്ര യാതൊന്നിൽ കർഹിജിൽ ന നിരമന്തി. അപ്പോൾ അവിടെ എങ്ങനെ ഇതില്ലെങ്കിൽ അവിടെ രമിക്കില്ല, ഉണ്ടെങ്കിൽ അവിടെ രമിക്കും. കാക്ക കുളിക്കുന്ന സ്ഥലത്ത് ഇവർ വരില്ല, ഹംസങ്ങൾ വരില്ല. അതേപോലെ വരാത്തതുപോലെ മാനസ സരസിൽ ഈ പരമഹംസന്മാർ വന്ന് കുളിക്കുന്നത് പോലെ ഈ പൊട്ടക്കുളത്തിൽ വന്നിട്ട് ഈ കവിത്വം, അതായത് നമ്മൾ പല ലൗകികമായിട്ടുള്ള പല കാര്യങ്ങളും അങ്ങനെ ചെയ്യണ്ടല്ലോ, അതിൽ അത്ര ഇഷ്ടപ്പെടില്ല. നയദ്വജശ്ചിത്രപദം ഹരേർയശോ ജഗൽ പവിത്രം പ്രഗൃണീത കർഹിജിൽ തദ്വായസം തീർത്ഥമുശന്തി മാനസ നയത്ര ഹംസ നിരമന്ത്യുശിക്ഷയാ നിരമന്തി ഉശിക്ഷയാ നിരമന്ത്യുശിക്ഷയാ. ആ വാക്കിനെ വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് വേണം വായിക്കാനായിട്ട്, അപ്പോഴേ ശരിക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ 8, 9, 10 3 ശ്ലോകങ്ങളെ നമ്മൾ പറഞ്ഞു. 4ാമത്തെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. 5ാമത്തെ അധ്യായം പ്രഥമ സ്കന്ധം. ശ്രീ നാരായണ നാരായണ നാരായണ.